നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബാറ്ററി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. ബാറ്ററി എന്താ നമുക്കറിയാം. നമ്മൾ ടോർച്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ വാച്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൊബൈലിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ട്. ഇതൊക്കെ പല പല ടൈപ്പ് ബാറ്ററികളാണ്. ടോർച്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണ്. എന്നാൽ മൊബൈലിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. വാച്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററിയാണ്. അപ്പം ബാറ്ററി ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി സെൽ എന്ന് പറയുന്ന ഒന്നും സെക്കൻഡറി സെൽ എന്ന് പറയുന്ന രണ്ടാമത്തും. ഈ പ്രൈമറി സെൽ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ക്ലോക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന, ടോർച്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഡ്രൈ സെൽ എന്ന് പറയുന്ന ബാറ്ററി. ആ ബാറ്ററിയുടെ പേര് ഡ്രൈ സെൽ എന്നാണ്. ഇനി വാച്ചിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. ഒരു വട്ടത്തിലിരിക്കുന്ന, ഇതുപോലെ വട്ടത്തിലിരിക്കുന്ന ടൈപ്പ് ബാറ്ററിയാണ് മെർക്കുറി സെൽ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബസ്സിൻ്റെ അകത്തോ കാറിൻ്റെ അകത്തോ ഒക്കെ ബൈക്കിൻ്റെ അകത്തൊക്കെ കാണുന്ന ടൈപ്പ് ബാറ്ററി. അത് നമ്മൾ റീചാർജ് ചെയ്തെടുക്കുന്നതാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയും. രണ്ടാമത്താണ് നിക്കൽ കാഡ്മിയം സെൽ, രണ്ടാമത്തെ ടൈപ്പ് ബാറ്ററി. അപ്പം ബാറ്ററി രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി സെൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും റീചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ബാറ്ററി വിച്ച് കൻ നോട്ട് ബി റീചാർജ്ഡ്. അത് ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു, അതിനെ നമുക്ക് വലിച്ചെറിഞ്ഞ് കളയുകയല്ലാതെ വേറെ മാർഗമില്ല. എന്നാൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ് സെക്കൻഡറി സെൽ. സോ അതിന്റെ ഡെഫിനേഷൻ ഇതാണ്: ബാറ്ററി വിച്ച് കൻ ബി റീചാർജ്ഡ്. എക്സാമ്പിൾ ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെൽ. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമുക്ക് ഈ ഡ്രൈ സെല്ലിന്റെ അതേ വലിപ്പത്തിലുള്ള റീചാർജ് ചെയ്യാൻ പറ്റുന്ന റീചാർജബിൾ ബാറ്ററി ഉണ്ട്. അതെല്ലാം ഈ നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്ന ടൈപ്പാണ്. നിങ്ങൾ അതിന്റെ കവറിങ്ങിൽ നോക്കിയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയുന്ന ടൈപ്പാണ്. അതെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ഈ നാലെണ്ണം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ അതിനാദ്യത്തെ ഡ്രൈ സെൽ എന്ന് പറയുന്ന ബാറ്ററിയിലേക്ക് നമ്മൾ വരികയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പെൻ ടോർച്ചിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി. അത് നിങ്ങൾക്കറിയാം, ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ആയിരിക്കും അതിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒരു സൈഡിൽ പോസിറ്റീവ് എൻഡ് എന്ന് പറയുന്ന ആ സാധനം, അവിടെ നമുക്കൊരു ഒരല്പം ഇങ്ങനെ തടിച്ചു നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് താഴെ ഒരു ചെറിയ ക്യാപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ഏകദേശം അതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കാം. നിങ്ങളിത് ഉപയോഗം കഴിഞ്ഞ ഒരു ബാറ്ററി ഒന്ന് പൊട്ടിച്ചു നോക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ ബാറ്ററി, ഏത് ബാറ്ററി ആണെങ്കിൽ അതിന്റെ ഒരു ലേബൽ കാണുമല്ലോ. ആ ലേബൽ അങ്ങ് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സിങ്ക് മെറ്റൽ ആയിരിക്കും. ആ സിങ്ക് മെറ്റൽ കൊണ്ടാണ് ഇതിന്റെ ഔട്ടർ കവറിങ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ അത് സിങ്ക് കണ്ടെയ്നർ എന്നാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. ആ ഔട്ടർ കവറിങ് ആയിട്ടുള്ള സിങ്ക് കണ്ടെയ്നറാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സിങ്ക് കണ്ടെയ്നർ ആനോഡാണ്. ഇനി ഇത് നിങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നീളമുള്ള ഒരു റോഡ് കാണാൻ പറ്റും ഇതിന്റെ അകത്ത്. പുറത്തുനിന്ന് നോക്കിയാൽ കാണത്തില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു അറ്റത്തിൽ ഇങ്ങനെ അല്പം തള്ളി നിൽക്കുന്ന ആ ഒരു സാധനമുള്ള പോസിറ്റീവ് എന്ന് കാണിക്കുന്ന ആ സാധനം, അത് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുക. അത് കാർബൺ റോഡാണ്. ആ കാർബൺ റോഡാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങളത് പൊട്ടിച്ചു കഴിയുമ്പം അതിന്റെ ഈ രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു പൗഡർ കാണാം, ഒരു കറുത്ത പൗഡർ കാണാൻ പറ്റും. ആ കറുത്ത പൗഡർ മാംഗനീസ് ഡയോക്സൈഡ് ആണ്. അതിന്റെ കൂടെ കാർബണും അമോണിയം ക്ലോറൈഡും കാണും. ഈ മിക്സറാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഡ്രൈ സെല്ലിൻ്റെ അകത്ത് മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അതിലെ ആനോഡ്. അത് ഡ്രൈ സെല്ല് നമുക്ക് കിട്ടുമ്പം ആ കണ്ടെയ്നർ തന്നെയാണ്. അല്ലെങ്കിൽ ആ പുറത്ത് നമ്മൾ കാണുമ്പോൾ ഡ്രൈ സെല്ല് ഒരു മെറ്റൽ കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെറ്റൽ കണ്ടെയ്നർ, അത് സിങ്ക് ആണ്. അത് തന്നെയാണ് നമ്മുടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്തൊരു കാർബൺ റോഡുണ്ട്. അത് ഇങ്ങനത്തെ ആ കണ്ടെയ്നറിന്റെ താഴെ വരെയും കാണും, ബാറ്ററിയുടെ താഴെ വരെയും കാണും. അതാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന കാർബൺ റോഡ്. ഇതിനകത്ത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് മാംഗനീസ് ഡയോക്സൈഡിന്റെയും കാർബണിന്റെയും അമോണിയം ക്ലോറൈഡിന്റെയും ഒരു മിക്സർ കാണും. ഈ മിക്സറാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഡ്രൈ സെല്ലിനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യമേ പറയേണ്ട കാര്യങ്ങൾ ഇത് 3ആണ്: ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ മതി. ആനോഡ് സിങ്ക് കണ്ടെയ്നർ, കാഥോഡ് കാർബൺ റോഡ്, ഇലക്ട്രോലൈറ്റ് മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് കാർബൺ പ്ലസ് അമോണിയം ക്ലോറൈഡ്. ഇനി നമുക്ക് അതിന്റെ റിയാക്ഷൻസ് ഉണ്ട്. രണ്ടാമത്തെ പാർട്ടായിട്ട് പറയുന്നത് റിയാക്ഷൻസ് ആണ്. അപ്പൊ ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആണല്ലോ.
അപ്പൊ ആനോഡിലെ റിയാക്ഷൻ എപ്പോഴും ഓക്സിഡേഷൻ ആണ്. അപ്പൊ സിങ്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു, ഓക്സിഡേഷൻ നടന്ന് സിങ്ക് 2+ഉം 2 ഇലക്ട്രോണിനെ അത് ലൂസ് ചെയ്യും. ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. ഇനി കാഥോഡിലെ റിയാക്ഷൻ അത് റിഡക്ഷൻ ആണ്, എന്ന് വെച്ചാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. കണ്ടോ, ഈ ഒരു സാധനത്തേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത്, കാർബൺ റോഡാണ് കാഥോഡെങ്കിലും ശരിക്കും അവിടെ റിഡക്ഷൻ നടക്കുന്നത് ഇലക്ട്രോലൈറ്റിലാണ്. ഇത് കണ്ടില്ലേ, മാഗ്നീസ് ഡയോക്സൈഡും അമോണിയം ക്ലോറൈഡിലെ അമോണിയം അയോണും അത് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ ശരിക്കും ഈ റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോലൈറ്റിലാണ്. നമ്മൾ അടുത്ത കേസിൽ നോക്കുമ്പോഴും ഇലക്ട്രോലൈറ്റിന് ഒരു റോൾ ഉണ്ട് ഈ ബാറ്ററിക്ക്. അപ്പൊ ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക, ഡ്രൈ സെല്ലിൽ ഇലക്ട്രോലൈറ്റിനാണ് റിഡക്ഷൻ നടക്കുന്നത്. അതിങ്ങനെയാണ്, ഈ അമോണിയം അയോണിനാണ് പോസിറ്റീവ് ചാർജ്. അപ്പം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഈ പോസിറ്റീവ് ചാർജിനെ ഈ ഇലക്ട്രോൺ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അത് 0 ചാർജ് ആകും. എന്നിട്ട് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അങ്ങ് പോയിട്ട് ആ ഹൈഡ്രജൻ ഇതേ ഒരു ഓക്സിജന്റെ കൂടെ ചേരും. അപ്പൊ MnO(OH) ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ വന്ന് ഇതിലെ ഓക്സിജന്റെ കൂടെ ചേർന്നു. ഇതിലൊരു ഹൈഡ്രജൻ പോയി, പിന്നെയുള്ള പോസിറ്റീവ് ചാർജിനെ ഈ ഇലക്ട്രോൺ അങ്ങ് ന്യൂട്രലൈസ് ചെയ്തപ്പം അത് അമോണിയ ആയിട്ട് മാറി. ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആനോഡിലെ റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. സിങ്ക് കണ്ടെയ്നർ സിങ്ക് 2++2 ഇലക്ട്രോൺ ആയിട്ട് മാറി. കാഥോഡിൽ റിഡക്ഷൻ നടന്നു. റിഡക്ഷൻ നടന്ന ഇലക്ട്രോലൈറ്റിനാണ്. ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ഇവിടെ വന്ന് ഇതിന്റെ കൂടെ ചേരും. അപ്പൊ MnO(OH) ആയിട്ട് മാറും. ഈ പോസിറ്റീവ് ചാർജിനെ ഈ ഇലക്ട്രോൺ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അമോണിയ. ഇവിടെ നിങ്ങളൊരു *2 എന്ന് കാണിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ അടുത്ത് പറയാം. നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുന്നത്, നമ്മളെപ്പോഴും നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുന്നത് കാഥോഡിലെയും ആനോഡിലെയും റിയാക്ഷൻസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ കാഥോഡിലെയും ആനോഡിലെയും നമ്മൾ റിയാക്ഷൻസ് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആനോഡിൽ 2 ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാഥോഡിൽ നോക്കി ഒറ്റ ഇലക്ട്രോണെ യൂസ് ചെയ്തുള്ളൂ. അപ്പൊ നമ്മളിത് ആഡ് ചെയ്യുമ്പം ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ആഡ് ചെയ്ത് നെറ്റ് സെൽ റിയാക്ഷൻ എഴുതുമ്പം ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആയിരിക്കണം. അത് ഈക്വൽ ആക്കാനാണ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2MnO2 + 2 അമോണിയം അയോൺ + 2 ഇലക്ട്രോൺ എന്നാണ്. ഈ 2 ഇലക്ട്രോൺ റിയാക്ടൻ സൈഡിലാണ് കിടക്കുന്നത്, ഈ 2 ഇലക്ട്രോൺ പ്രോഡക്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് വെക്കുള്ളൂ. വീണ്ടും ഇവിടെ 2 വരും, 2MnO(OH) + 2NH3. അപ്പൊ ഈ 2 ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇലക്ട്രോണിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് ഈ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. അതാണ് ഈ കാണുന്നത് Zn പ്ലസ് ഇതിന്റെ റിയാക്ടന്റ് തീർന്നല്ലോ. അപ്പൊ നമുക്ക് അടുത്ത് ഇതിന്റെ റിയാക്ടന്റ് തന്നെ എഴുതാം. അവിടെ 2MnO2 + 2 അമോണിയം അയോൺ അത്രേ വരുള്ളൂ. ഇലക്ട്രോൺ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഗീവ്സ് Zn2 പ്ലസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് കൊണ്ട് എഴുതാം 2MnO(OH) + 2NH3. ഇതാണ് നമ്മുടെ ഡ്രൈ സെല്ലിന്റെ നെറ്റ് സെൽ റിയാക്ഷൻ. അപ്പൊ ആ ഡ്രൈ സെല്ലിന്റെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞു, അതായത് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് ആനോഡിലെ കാഥോഡിലെ നെറ്റ് സെൽ റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ പാർട്ട് ഇതിന്റെ EMF എത്രയാണെന്ന് പറയണം. എല്ലാ ബാറ്ററിയിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.5 വോൾട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അത് നമ്മളത് പറയുക, EMF ഡ്രൈ സെല്ലിന്റെ EMF 1.5 വോൾട്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഈ ബാറ്ററി ഒരു ക്ലോക്കിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ബാറ്ററി തീരാറാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ ടൈം അത് ഈ പുറകോട്ട് ലാഗ് ചെയ്യാൻ തുടങ്ങും. 5 മിനിറ്റ് സ്ലോ ആകും, കുറെ കഴിയുമ്പോൾ 10 മിനിറ്റ് സ്ലോ ആകും. അപ്പൊ മനസ്സിലാക്കിക്കണം ആ ബാറ്ററി തീരാറായി. എന്നാൽ ഈ ഒരു ടോർച്ചിന്റെ അകത്തിട്ടാലോ, ടോർച്ചിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ബാറ്ററി ഈ ടോർച്ചിന്റെ വെട്ടം കുറയാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം ആ ബാറ്ററി തീരാറായി. അതായത് ഈ ഡ്രൈ സെല്ല് നമ്മൾ കുറെ നാളായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സെല്ലിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന വോൾട്ടേജ് 1.5 കുറഞ്ഞു പോരും. ഈ ഡ്രൈ സെല്ല് തീരാറാകുമ്പോഴേക്കും അതിൻ്റെ അകത്തു നിന്നുള്ള വോൾട്ടേജ് വളരെ കുറയും. അതിന്റെ കാരണം എന്താണ്? ഈ നെറ്റ് സെൽ റിയാക്ഷൻ്റെ അകത്ത് നമുക്ക് അയോൺസ് ഉണ്ട്. ഇവിടെ നോക്കി, അമോണിയം അയോൺ, ഇതൊരു പോസിറ്റീവ് ചാർജുള്ള അയോണാണ്, ഇതൊരു അയോണാണ്. അപ്പൊ ഇങ്ങനെ നെറ്റ് സെൽ റിയാക്ഷൻ്റെ അകത്ത് അയോൺസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സെല്ലിന്റെയും വോൾട്ടേജ് അയോണിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇക്വേഷൻ ആണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അയോണിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് കുറയുന്നത് കൊണ്ട് വോൾട്ടേജും പതിയെ കുറയുമ്പോൾ ഇപ്പൊ ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. അത് 1.5 വോൾട്ട് അതിന്റെ മാക്സിമം വോൾട്ടേജ് ആണ്.
അത് പതിയെ കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഇതാണ്, ഈ ഡ്രൈ സെല്ലിന്റെ നെറ്റ് ഇക്വേഷനിൽ അയോൺസ് വരുന്നത് കൊണ്ടാണ് ഈ ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് കുറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് ഡ്രൈ സെല്ലിന്റെ അകത്ത് പറയാനുണ്ട്. അതിതാണ് ഈ ഡ്രൈ സെല്ല് അല്ലെ ബാറ്ററി. നമ്മുടെ ഈ ബാറ്ററി ഒരു ടോർച്ചിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുകയാണെന്ന് കരുതിക്കോ. നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുന്നില്ല, അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും ഈ ബാറ്ററി തന്നെ പൊട്ടി അതിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയോ സാധനം ഇങ്ങനെ ചാടി ഒരു ലിക്വിഡ് പോലെ ഒരു സാധനം പുറത്തോട്ട് വരുന്ന കാണാം. അല്ലെ ക്ലോക്കിൻ്റെ അകത്ത് ബാറ്ററി കുറേ നാൾ ഉപയോഗിക്കാതെ ക്ലോക്ക് നിന്ന് പോയി, വേറെ എന്തോ കാരണം കൊണ്ട് ക്ലോക്ക് നിന്ന് പോയി, ബാറ്ററി നമ്മൾ മാറ്റിയില്ല. ആ ബാറ്ററി അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ഈ ബാറ്ററിക്കകത്തുനിന്ന് പൊട്ടി എന്തോ ഒരു സാധനം ഒലിച്ചു വരുന്നത് കാണാം. അത് നിങ്ങളൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ അതിന് അമോണിയയുടെ സ്മെല്ല് ഉള്ളതായിട്ട് കാണാം. അതിന്റെ കാരണം ഇതാണ്, ഇവിടെ നോക്കിയാൽ ഈ ഡ്രൈ സെല്ലിന്റെ നെറ്റ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് സിങ്ക് 2+ അയോൺ ആണ്. അതുകൂടാതെ ഒരു പ്രോഡക്റ്റും കൊണ്ടുണ്ട് അമോണിയ. ഈ ഉണ്ടായ ഈ സിങ്ക് 2+ഉം ഈ അമോണിയയും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഇതാണ് അതിന്റെ റിയാക്ഷന്റെ ഇക്വേഷൻ. സിങ്ക് 2+ plus 4NS3 gives ZnNS3 4 with a positive 2 charge. ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. അപ്പം ആ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോഴേക്കും സിങ്ക് മെറ്റലിന്റെ ഈ ഔട്ടർ കവറിങ്ങിനെ അത് കൊറോഡ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ അകത്തൂടെ ഈ ഉണ്ടായ പ്രോഡക്റ്റ് പുറത്തോട്ട് വരുമ്പോഴാണ് നമുക്കൊരുമാതിരി ഒരു ലിക്വിഡ് ടൈപ്പ് സാധനം ഇങ്ങനെ പുറത്തോട്ട് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ബാറ്ററി കുറേ നാൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ബാറ്ററിക്കകത്ത് ഇങ്ങനെ അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ നാൾ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇങ്ങനെ ഇത് പൊട്ടി ഒലിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡ്രൈ സെൽ. അപ്പോൾ ഒന്നുകൂടെ ഡ്രൈ സെല്ലിന്റെ കാര്യങ്ങൾ പറയുകയാണ്. കാർബൺ റോഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. സിങ്ക് കണ്ടെയ്നറാണ് ആനോഡ്. എ പേസ്റ്റ് ഓഫ് മാംഗനീസ് ഡയോക്സൈഡ്, കാർബൺ ആൻഡ് അമോണിയം ക്ലോറൈഡ് ആക്ട്സ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. Anode reaction is zinc container undergoes oxidation to form zinc 2+ and 2 electron. Cathode reaction is the electrolyte MnO2 and ammonium chloride. It undergoes reduction to form MnOOH and ammonia. ഈ രണ്ടാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 1 ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. നെറ്റ് സെൽ റിയാക്ഷനിൽ അയോൺസ് ഉള്ളതുകൊണ്ട് ഇതിന്റെ വോൾട്ടേജ് 1.5 നിന്ന് പതിയെ സമയം കഴിയും തോറും കുറഞ്ഞു വരും. അതുകൂടാതെ ഈ നെറ്റ് സെൽ റിയാക്ഷൻ ഉണ്ടാകുന്ന ഈ പ്രോഡക്റ്റ് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഡ്രൈ സെൽ. ഇനി നമ്മൾ വാച്ചിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെർക്കുറി സെല്ലിലേക്ക് നമ്മൾ പോരുകയാണ്. ബട്ടൺ സെല്ലെന്ന് നമ്മൾ പറയും. ഒരു ചെറിയ ബട്ടൺ പോലെ, ആ വലിപ്പം പോലും ചിലപ്പം കണ്ടെന്ന് വരില്ല. അങ്ങനെയുള്ള ബാറ്ററിയാണ് മെർക്കുറി സെൽ എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് 1.35 വോൾട്ട് ആണ്. അതും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഈ ഡ്രൈ സെല്ലുമായിട്ട് കമ്പയർ ചെയ്ത് വേണേൽ പഠിക്കാൻ പറ്റും. ഡ്രൈ സെല്ലിലെ ആനോഡ് സിങ്ക് ആണ്. ഇത് സിങ്ക് ഉണ്ട്, സിങ്ക് മെർക്കുറി അമാൽഗമാണ് ആനോഡ്. അതായത് സിങ്ക് മെർക്കുറിക്കകത്ത് ഡിസോൾവ് ചെയ്ത് ആ ഒരു മിക്സറാണ് ആനോഡ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിങ്ക് നമുക്കുണ്ട്, ഡ്രൈ സെല്ലിൻ്റെ അകത്തും സിങ്ക് ആണ് ആനോഡ്. അപ്പൊ രണ്ടും ഒന്ന് കോമൺ ആയിട്ട് ഓർത്തിരിക്കുക. ഇനി കാഥോഡ് എന്ന് പറയുന്നത് കാർബൺ പ്ലസ് മെർക്കുറിക് ഓക്സൈഡാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് കാർബൺ മാത്രമായിരുന്നു കാഥോഡായിട്ടുണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ കാർബൺ പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് രണ്ട് സാധനങ്ങളാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് KOH പ്ലസ് സിങ്ക് ഓക്സൈഡ് മിക്സറാണ്. മറ്റേതിൻ്റെ അകത്തും മിക്സറായിരുന്നു മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് അമോണിയം ക്ലോറൈഡ് പ്ലസ് കാർബൺ. ഇവിടെ മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് അമോണിയം ക്ലോറൈഡ് അല്ല, KOH പ്ലസ് സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പം നമുക്ക് ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും. സിങ്ക് അമാൽഗം കാഥോഡ്, മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് കാർബൺ കാഥോഡ്, KOH പ്ലസ് സിങ്ക് ഓക്സൈഡ് ഇലക്ട്രോലൈറ്റ് ആക്ട് ചെയ്യുന്നു. ഇനി നമുക്കതിൻ്റെ റിയാക്ഷൻസിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ പോലെ ആനോഡിലെ റിയാക്ഷൻ സിങ്ക് മെർക്കുറി അമാൽഗത്തിന്റെ അകത്ത് സിങ്ക് ആണ് ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ റിയാക്ഷൻ പോലെ സിങ്ക് ഓക്സിഡൈസ് സിങ്ക് 2+ ആണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ശരിക്കും അത് തന്നെയാണ്. പക്ഷേ ഈ ഉണ്ടാകുന്ന സിങ്ക് 2+ ഈ ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് കിട്ടുന്ന OH-, ഇലക്ട്രോലൈറ്റ് നോക്കി അത് KOH ആണ്. ഇലക്ട്രോലൈറ്റിന്റെ അകത്തൊരു OH- അയോണുണ്ട്. ആ OH- അയോണുമായിട്ട് നമ്മുടെ സിങ്ക് ഓക്സിഡൈസ് ചെയ്തുണ്ടാകുന്ന സിങ്ക് 2+ റിയാക്ട് ചെയ്ത് സിങ്ക് ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. സിങ്ക് 2+ ആകുമ്പോൾ 2 ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് റിയാക്ഷൻ. പക്ഷെ ഈ ഉണ്ടായ സിങ്ക് 2+
ഈ ഇലക്ട്രോലൈറ്റിലെ OH മൈനസുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറി. എന്നിട്ട് വാട്ടറും ഉണ്ടാകും. ഈ 2 ഇലക്ട്രോൺ അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇനി കാഥോഡുള്ള റിയാക്ഷൻ, കാഥോഡ് മെർക്കുറിക് ഓക്സൈഡും കാർബണും ഇല്ലേ, അതിൽ മെർക്കുറിക് ഓക്സൈഡ് ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുണ്ട്. ഈ റിയാക്ഷൻ നേരെ തിരിച്ചിട്ടാൽ മതി എന്ന് വേണം നമുക്ക് എഴുതാം. ഇത് ഇവിടെ നോക്കി, ഈ സിങ്കിനെ അങ്ങ് മെർക്കുറി ആക്കിയാൽ മതി. മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് 2 ഇലക്ട്രോൺ കണ്ടോ. ഇനി ഇവിടുത്തെ റിയാക്ഷൻ ഇതിന്റെ പ്രോഡക്റ്റ് നോക്കി, കാഥോഡുള്ള റിയാക്ഷന്റെ പ്രോഡക്റ്റ് സിങ്ക് മാറ്റുക, മെർക്കുറി പ്ലസ് 2 OH മൈനസ്. അപ്പം ആനോഡില് മെർക്കുറി സെല്ലിന്റെ അകത്ത് ആനോഡിലെ റിയാക്ഷൻ സിങ്ക് 2 OH മൈനസ് ഗീവ് സിങ്ക് ഓക്സൈഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ ആണെങ്കിൽ മെർക്കുറി സെല്ലിന്റെ അകത്ത് കാഥോഡിലെ റിയാക്ഷൻ എഴുതാൻ ആ റിയാക്ഷനെ നേരെ തിരിച്ചെഴുതുക. തിരിച്ചെഴുതുക ഒരു കാര്യം ഓർത്താൽ മതി, സിങ്ക് മാറ്റിയിട്ട് മെർക്കുറി ആക്കിയാൽ മതി. ഇതാണ് നമ്മുടെ മെർക്കുറി സെല്ലിലെ ആനോഡിലെ കാഥോഡിലെ റിയാക്ഷൻ. ഇനി നമ്മൾ രണ്ടുകൂടെ ആഡ് ചെയ്ത നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. അവിടെ രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഈ 2 OH മൈനസ് ഇതിലെ പ്രോഡക്റ്റ് ആയിട്ടുള്ള 2 OH മൈനസ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ ഈ ഫസ്റ്റ് ഇക്വേഷനിലെ വാട്ടർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് സെക്കൻഡ് ഇക്വേഷനിലെ വാട്ടർ എന്ന് പറയുന്ന റിയാക്റ്റന്റ് പെട്ടി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് മിച്ചമുള്ള എന്താണെന്ന് നോക്കി, സിങ്ക് പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് മെർക്കുറി. അപ്പം വളരെ എളുപ്പമാണ് നമ്മുടെ നെറ്റ് സെൽ റിയാക്ഷൻ. സിങ്ക് പ്ലസ് മെർക്കുറിക് ഓക്സൈഡ്, ആനോഡിലെ സിങ്ക് പ്ലസ് കാഥോഡിലെ മെർക്കുറിക് ഓക്സൈഡ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് മെർക്കുറി. ഇനി ഇതിന്റെ നെറ്റ് വോൾട്ടേജ് 1.35 വോൾട്ട് ആണ്. ഇതിന്റെ വോൾട്ടേജ് ഒരിക്കലും കുറയുന്നില്ല. നമ്മളിപ്പോൾ ഒരു വാച്ചിന്റെ അകത്തൊരു മെർക്കുറി സെൽ ഇട്ട് കഴിഞ്ഞാൽ ആ വാച്ച് പഴയ നമ്മൾ നേരത്തെ ടൈം പീസിന്റെ കാര്യം പറഞ്ഞില്ലേ, ഡ്രൈ സെൽ ഇടുന്ന ടൈം പീസ്, അതിന്റെ ടൈം പതിയെ കുറയുന്നത് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. അതായത് ആ ബാറ്ററി വീക്ക് ആകും തോറും നമ്മുടെ ടൈം പീസ് പതിയെ സ്ലോ ആകും. പക്ഷെ ഒരിക്കലും നമ്മളുടെ വാച്ച് സ്ലോ ആകില്ല. വാച്ച് ഒരു ദിവസം പെട്ടെന്ന് നിന്ന് പോകത്തേയുള്ളൂ. കാരണം ഇതിന്റെ വോൾട്ടേജ് കുറയാനുള്ള റീസൺ നമ്മൾ പറഞ്ഞു, ഈ നെറ്റ് ഇക്വേഷൻ്റെ അകത്ത് അയോൺസ് ഉണ്ട്. ഇവിടുത്തെ നെറ്റ് ഇക്വേഷൻ നോക്കി, നിങ്ങൾക്ക് അയോൺസിനെ കാണാനില്ല. അപ്പൊ അയോൺസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മെർക്കുറി സെല്ലിന്റെ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ വോൾട്ടേജ് ഒരിക്കലും കുറയത്തില്ല. അതുകൊണ്ട് അതിന്റെ ലൈഫ് തീരാൻ പോകുന്ന അവസാനത്തെ സെക്കൻഡിലും അത് 1.35 വോൾട്ട് തന്നെ തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ വാച്ച് ഒരിക്കലും സ്ലോ ആകത്തില്ല. വാച്ച് സ്ലോ ആകുന്നുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, അല്ലാതെ ബാറ്ററിയുടെ പ്രശ്നം കൊണ്ട് ഒരിക്കലും വാച്ച് സ്ലോ ആകില്ല. പക്ഷെ ക്ലോക്ക് അതിന്റെ ബാറ്ററി ഡ്രൈ സെല്ല് തീരാറാകുമ്പോൾ അത് പതിയെ സ്ലോ ആകുന്നത് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൈമറി സെൽ എന്ന് പറയുന്നതിലെ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും. ഇനി നമുക്ക് അടുത്ത സെക്കൻഡറി സെല്ലിലേക്ക് പോവുകയാണ്. അത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി നിക്കൽ കാഡ്മിയം സെല്ലുമാണ്. ഓക്കെ, നമ്മുടെ അടുത്ത പോയിന്റ് സെക്കൻഡറി സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡറി സെല്ല് 2 ടൈപ്പ് ഉണ്ട്, ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയും. അപ്പൊ അതിലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി നമുക്ക് വളരെ പരിചയമുള്ള സാധനമാണ്. ബസ്സിന്റെ അകത്തൊക്കെ ഇരിക്കുന്ന ബാറ്ററി, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഇൻവേർട്ടറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ബാറ്ററി, കാറിന്റെ അകത്ത് ബൈക്കിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇതിന്റെ പ്രത്യേകത അതിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം വേണമെങ്കിലും റീചാർജ് ചെയ്യാം. നമ്മുടെ വീട്ടിലൊക്കെ ഇൻവേർട്ടറിന്റെ കൂടെ ഉപയോഗിക്കുന്ന ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ബാറ്ററിക്കകത്തുനിന്ന് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യും. എന്നാൽ കറണ്ട് വരുമ്പോൾ തിരിച്ച് ആ ബാറ്ററി നമ്മൾ റീചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും റീചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ് ഈ സെക്കൻഡറി സെൽ എന്ന് പറയുന്ന ബാറ്ററി. അപ്പൊ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ആനോഡ് ലെഡ് ആണ്, കാഥോഡ് ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് പെറോക്സൈഡ് ആണ് കാഥോഡ് എന്ന് പറയുന്നത്. അതിന്റെ ഇലക്ട്രോലൈറ്റ് 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, ഇതാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒന്ന് നോക്കുക, ലെഡ് ആണ് ആനോഡ്, ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് ലെഡ് പെറോക്സൈഡ് ആക്ട് ആസ് എ കാഥോഡ്, 38% solution of sulfuric acid act as the electrolyte. ഇനി നമുക്ക് അതിലെ സെൽ റിയാക്ഷൻസ് നോക്കണം. ആനോഡിലെ റിയാക്ഷൻ ലെഡ് ആണ് ആനോഡ്. അപ്പൊ അത് ഓക്സിഡൈസ് ചെയ്ത് ലെഡ് 2+ ആയിട്ട് മാറും. ആ ഫോം ചെയ്യുന്ന ലെഡ് 2+, ഈ ലെഡും ലെഡ് പെറോക്സൈഡും, അതായത് കാഥോഡും ആനോഡും ഒക്കെ ഈ സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ അത് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ ബാറ്ററി തുറന്ന് നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ ആ മേളത്തെ കവർ ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം
സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ്റെ അകത്ത് കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന Pb2+ അയോൺ ഈ സൾഫ്യൂരിക് ആസിഡിലെ ആനിയോൺ ആയിട്ടുള്ള സൾഫേറ്റ് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ഇനി റിഡക്ഷൻ റിയാക്ഷൻ കാഥോഡ് എടുക്കുന്നതിനാണ്. കാഥോഡ് ലെഡ് പെറോക്സൈഡ് ആണ്. ആ ലെഡ് പെറോക്സൈഡ് സൾഫ്യൂരിക് ആസിഡ് സൾഫേറ്റ് അയോണും ഹൈഡ്രജൻ അയോണുമായിട്ട് റെഡ്യൂസ് ചെയ്ത് ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് മാറും. അപ്പം ആനോഡിന്റെയും പ്രോഡക്റ്റ് ലെഡ് സൾഫേറ്റ്, കാഥോഡിന്റെയും പ്രോഡക്റ്റ് ലെഡ് സൾഫേറ്റ്. ആനോഡിൽ ലെഡ് സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റ് അയോണുമായിട്ട് റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റ് ആകുന്നു. കാഥോഡിൽ ലെഡ് പെറോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റ് അയോണും H+ അയോണുമായിട്ട് റെഡ്യൂസ് ചെയ്ത് ലെഡ് സൾഫേറ്റും വാട്ടറുമായിട്ട് മാറുന്നു. നെക്സ്റ്റ് റിയാക്ഷൻ കിട്ടാൻ രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഈ 2 ഇലക്ട്രോൺ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ഈ 4H+ഉം ഈ 2 സൾഫേറ്റ് കൂടിയാണ് 2H2SO4 നിർണ്ണയിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ അടുത്തു നിന്നാണ് H+ അയോണും സൾഫേറ്റ് അയോണും കിട്ടുന്നത്. അപ്പൊ ഇത് ഈ സാധനങ്ങൾ 3 കൂടി ചേർത്താണ് 2H2SO4 കിട്ടുന്നത്. അപ്പൊ നമ്മുടെ നെറ്റ് റിയാക്ഷൻ ഇങ്ങനെ Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. ഇതാണ് നെറ്റ് റിയാക്ഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചാർജ് ചെയ്യാം, റീചാർജ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പം അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻ ഈ ഫോർവേഡ് റിയാക്ഷൻ ആണ്. നമ്മളിപ്പോൾ നെറ്റ് റിയാക്ഷൻ എഴുതിയില്ലേ, അത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷനാണ്. അതായത് ലെഡ് ആനോഡ്, ലെഡ് പെറോക്സൈഡ് കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, ഇത് മൂന്നൂടെ റിയാക്ട് ചെയ്ത് ലെഡ് സൾഫേറ്റും വാട്ടറും ഫോം ചെയ്യുന്നത് ഡിസ്ചാർജ് ചെയ്യും. അതിൻ്റെ അകത്തു നിന്ന് ഇലക്ട്രിസിറ്റി നമുക്ക് പുറത്തോട്ട് കിട്ടുമ്പം അവിടെ നടക്കുന്ന റിയാക്ഷനാണ് അത്. എന്നാൽ നമുക്കത് റീചാർജ് ചെയ്യണം എന്നിരിക്കുക. അപ്പൊ റീചാർജ് ചെയ്യുമ്പം ഈ റിയാക്ഷൻ നേരെ തിരിച്ചു നടക്കും. ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഫോം ചെയ്ത ലെഡ് സൾഫേറ്റും വാട്ടറും കൂടെ റിയാക്ട് ചെയ്തിട്ട് ലെഡും ലെഡ് പെറോക്സൈഡും സൾഫ്യൂരിക് ആസിഡും ഫോം ചെയ്യും. അപ്പൊ ആ നെറ്റ് റിയാക്ഷന്റെ ഫോർവേഡ് റിയാക്ഷൻ ഡിസ്ചാർജ് ചെയ്യുമ്പം കിട്ടുന്ന റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ അതിനെ റീചാർജ് ചെയ്യുമ്പം കിട്ടുന്ന റിയാക്ഷനാണ്. ചിലപ്പോൾ നമ്മൾ ബാറ്ററി നമ്മുടെ ബാറ്ററിയുടെ പവർ മൊത്തം പോയി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കൊണ്ടുപോയി റീചാർജ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ റീചാർജ് ചെയ്യുമ്പം അവര് ഇത് ചാർജ് ആയോ ഇല്ലയോ എന്ന് പണ്ട് കാലത്തൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോലൈറ്റിന്റെ ഈ പെർസെൻറ്റേജ് 38 ആയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. 38 ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റീചാർജ് ആയി എന്നാണ് അർത്ഥം. പിന്നെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി, ഇതിന്റെ വോൾട്ടേജ് എഴുതിയിട്ടില്ല. കാരണം അതിന്റെ വോൾട്ടേജ് ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ 12 വോൾട്ടിന്റെ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഉണ്ട്. അത് കാറിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നത് 12 വോൾട്ട് ആണ്. എന്നാൽ ബൈക്കിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 6 വോൾട്ടിന്റെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും ബാറ്ററി തുറന്ന് നോക്കുകയാണെങ്കിൽ ഈ ബാറ്ററിയുടെ മേളിൽ കുറെ നോബ് പോലെ കാണാം. അങ്ങനത്തെ 2 നോബ് ചേരുന്നതാണ് ഒരു സെല്ല്. അങ്ങനത്തെ 12 നോബ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മൾ ഇൻവെർട്ടറിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ബാറ്ററിക്കകത്ത് കാണാം. അപ്പൊ 2 നോബ് ചേരുമ്പം ഒരു സെല്ലായി. അപ്പൊ 6 സെല്ലിന്റെ 12 നോബ് ഉള്ളപ്പോൾ 6 സെല്ലാണ്. 6 സെല്ലിന്റെ കോമ്പിനേഷൻ ആണ്. അതിൽ ഒരു സെല്ല് 2 വോൾട്ട് തരും. അപ്പൊ 6 സെല്ലുള്ള ആ സാധനം ഒരു 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പം എത്ര നോബ് ഉണ്ടോ അതിലെ 2 നോബ് ചേരുമ്പോൾ അത് ഒന്ന് കാഥോടും ഒന്ന് ആനോടുമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ 2 നോബ് ചേരുമ്പോൾ അതൊരു സെല്ലാണ്. അങ്ങനത്തെ 2 എണ്ണം ചേർന്ന എത്ര നോബ് ഉണ്ടെന്ന് നോക്കുക. 6 സെല്ലുണ്ടെങ്കിൽ അതിന്റെ വോൾട്ടേജ് 12 വോൾട്ടേജ് തരാം. എന്നാൽ 3 സെല്ലിന്റെ കോമ്പിനേഷൻ ആണെങ്കിലോ 6 വോൾട്ടേജ് തരും, 6 വോൾട്ട് തരും. അതുകൊണ്ടാണ് നമ്മളിവിടെ അതിന്റെ വോൾട്ടേജ് എഴുതാത്തത്. എത്ര സെല്ലിന്റെ കോമ്പിനേഷൻ ആയിട്ടാണോ അതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ്. ഇപ്പൊ 12 വോൾട്ടിന്റെ ഉണ്ട്, 8 വോൾട്ടിന്റെ ഉണ്ട്, 6 വോൾട്ടിന്റെ ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സെല്ലിന്റെ കോമ്പിനേഷൻ നമുക്ക് വ്യത്യാസപ്പെടുത്തിയാൽ നമുക്കവിടെ അതിന്റെ വോൾട്ടേജും നമുക്ക് മാറ്റിയെടുക്കാം. ഇതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇനി നമ്മൾ രണ്ടാമത്തെ നിക്കൽ കാഡ്മിയം ബാറ്ററിയിലേക്ക് പോരുകയാണ്. അതിലെ ആനോഡ് കാഡ്മിയമാണ്, കാഥോഡ് മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ പെറോക്സൈഡ്. ഇതാണ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന KOH സൊല്യൂഷൻ ആണ്. ഒന്നുകൂടെ ഒന്ന് നോക്കിക്കൊള്ളുക. ആനോഡ് കാഡ്മിയം, കാഥോഡ് മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ പെറോക്സൈഡ്, ഇലക്ട്രോലൈറ്റ് KOH സൊല്യൂഷൻ. ഇതിന്റെ നെറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ മതി. ആ നെറ്റ് ഇക്വേഷൻ ഇതാണ്: കാഡ്മിയം പ്ലസ് 2 നിക്കൽ ഹൈഡ്രോക്സൈഡ് gives
CdO, cadmium oxide plus 2NiOH twice plus H2O. ഇതും പല വോൾട്ട് കിട്ടുന്നുണ്ട്. 1.5 വോൾട്ട് കിട്ടുന്നുണ്ട്, 1.2 വോൾട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് അതിൻ്റെ വോൾട്ടേജ് നമ്മൾ പറയുന്നില്ല. ഈ ഇങ്ങനത്തെ നിക്കൽ കാഡ്മിയം ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പൊ റീചാർജബിൾ ആയിട്ടുള്ള ഡ്രൈ സെല്ല് പോലെ തന്നെ ഇരിക്കുന്ന ബാറ്ററിയുണ്ട്. അതെല്ലാം ഈ നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള 2 റീചാർജബിൾ ബാറ്ററി അല്ലെ 2 സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് ചോദിക്കുക. ഇനി നമുക്കൊരു മൂന്നാമതൊരു ടൈപ്പ് സെല്ലും കൂടെ ഉണ്ട്, ഫ്യൂവൽ സെൽ എന്ന് പറയും. അപ്പൊ അടുത്ത് നമുക്ക് ഫ്യൂവൽ സെല്ലാണ്. ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് സാധനത്തിനെയും ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാം. ഹൈഡ്രജൻ ഒരു ഫ്യൂവലാണ്, ഓക്സിജൻ ഒരു ഫ്യൂവലാണ്, മീത്തേൻ, പെട്രോൾ, ഇതൊക്കെ നമുക്ക് ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് യൂസ് ചെയ്യാം. അപ്പം കത്തുന്ന ഏത് സാധനങ്ങളും ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് നമുക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പം കിട്ടുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഫ്യൂവൽ സെല്ലിന്റെ അകത്ത്. അങ്ങനെയുള്ള ഒരു ഫ്യൂവൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഈ കാണിച്ചേക്കുന്ന ഡയഗ്രാം ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിന്റെ എക്സാമ്പിൾ ആണ്. ആ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ നമ്മൾ നോക്കിയാൽ ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണ്. അതിൻ്റെ അകത്ത് ഈ കാണുന്നത് ഇലക്ട്രോഡാണ്. ഇത് ആനോഡും ഇപ്പറേ കാണുന്ന ഇലക്ട്രോഡ് കാഥോഡുമാണ്. അത് കാർബൺ ഇലക്ട്രോഡാണ്. അതിന് പ്രത്യേകത പോറസ് കാർബൺ ഇലക്ട്രോഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. പോറസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഹോൾസ് ഉള്ള ചെറിയ സുഷിരങ്ങളുള്ള കിഴുത്തയുള്ള ഇലക്ട്രോഡാണ് ഈ പോറസ് കാർബൺ ഇലക്ട്രോഡ്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പോറസ് കാർബൺ ഇലക്ട്രോഡിന്റെ അകത്ത് നിക്കലോ കാഡ്മിയമോ പോലെയുള്ള മെറ്റൽസ് മതി ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിരിക്കും. അപ്പൊ നമുക്ക് പറയാം നിക്കൽ or cadmium impregnated porous carbon electrode acts as the anode or cathode. ഇവിടെ ഒരു ഈ സെൻട്രൽ കമ്പാർട്ട്മെന്റിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഇലക്ട്രോലൈറ്റ് KOH. ഇനി നമ്മൾ ഇതിന്റെ റിയാക്ഷൻസിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസ് അല്ല. കാരണം ഹൈഡ്രജൻ ഒരു ഫ്യൂവലാണ്, ഓക്സിജൻ അതിനെ കത്താൻ സഹായിക്കുന്ന സാധനമാണ്. അപ്പൊ കത്തുന്ന ഏത് ഫ്യൂവലും നമുക്ക് ഈ ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആയതുകൊണ്ട് കത്താനായിട്ട് ഓക്സിജൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫ്യൂവൽ സെല്ലിന്റെ പേര് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്നാണ്. അപ്പൊ നമ്മൾ ആനോഡ് എന്ന് പറയുന്ന അതിൽ കൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങോട്ട് കയറ്റിവിടും. ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മുടെ ഈ പോറസ് ഇലക്ട്രോഡിന്റെ അകത്തുള്ള ചെറിയ ഹോൾസിന്റെ അകത്തൂടെ ഈ ഗ്യാസ് അല്ലേ അത് ആ ഹോൾസിന്റെ അകത്തൂടെ കടന്ന് അപ്പുറയുള്ള സൊല്യൂഷൻ ഈ ഇന്നർ കമ്പാർട്ട്മെന്റിൽ വരും. അവിടെ നമ്മുടെ KOH സൊല്യൂഷൻ ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഈ ഓക്സിജൻ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് എന്നതിന് ഡിസോൾവ് ചെയ്യും. കാഥോഡിൽ കൂടെ ഓക്സിജൻ ഗ്യാസ് ആണ് നമ്മൾ കടത്തിവിടുന്നത്. ആ ഓക്സിജൻ ഗ്യാസ് ഇതുവഴി കയറി വന്ന് അതും ഈ പോറസ് ഇലക്ട്രോഡിന്റെ അകത്തൂടെ അതിനകത്തുള്ള ഹോൾസിന്റെ അകത്തൂടെ കയറി നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് വരും. അവിടെ അത് ഡിസോൾവ് ചെയ്യും, KOHന്റെ അകത്ത് ഡിസോൾവ് ചെയ്യും. അവിടെയാണ് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ആ റിയാക്ഷൻസിലേക്ക് പോരാം. കാഥോഡൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ കാഥോഡിൽ കൂടെ നമ്മൾ കയറ്റിവിടുന്ന ഓക്സിജൻ ഗ്യാസ് ആണ്. ആ ഓക്സിജൻ ഗ്യാസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, 4 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് OH- ആയിട്ട് മാറും. O2 plus 2H2O plus 4 electron gives 4 OH-. ആനോഡിൽ കൂടെ നമ്മൾ കടത്തിവിടുന്ന ഹൈഡ്രജൻ ആണ്. ആ ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ ഉണ്ടായ OH- റിയാക്ട് ചെയ്ത് 4H2O plus 4 ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പൊ ഇത് രണ്ടുകൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഈ പ്രോഡക്റ്റ് സൈഡിൽ കിടക്കുന്ന 4 ഇലക്ട്രോണും റിയാക്ടന്റ് സൈഡിൽ കിടക്കുന്ന 4 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഈ ഇതിന്റെ പ്രോഡക്റ്റ് സൈഡിൽ കിടക്കുന്ന 4 OH- റിയാക്ടന്റ് സൈഡിൽ കിടക്കുന്ന 4 OH- ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടുത്തെ റിയാക്ടന്റ് സൈഡിൽ കിടക്കുന്ന 2H2O ഈ പ്രോഡക്റ്റ് സൈഡിൽ കിടക്കുന്ന 4H2O നിന്ന് 2 എണ്ണം ക്യാൻസൽ ചെയ്തു പോയിട്ട് മിച്ചം 2 കാണും. അപ്പൊ നെറ്റ് സെൽ റിയാക്ഷൻ്റെ അകത്ത് ഇവിടെ O2 plus 2H2 gives 2H2O. അതായത് ഈ റിയാക്ഷന്റെ പ്രത്യേകത ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഈ ഫ്യൂവൽ സെല്ലിന്റെ അകത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അത് വാട്ടർ ആയിട്ട് മാറി. ആ വാട്ടർ ഉണ്ടാകുന്ന സമയത്ത് അത് കുറെ കറണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്
നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സെല്ലാണ് ഫ്യൂവൽ സെല്ല്. മറ്റ് പല സെല്ലും എന്ന് വെച്ചാൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെല്ല് നമുക്കിപ്പോൾ ഒരു ഡ്രൈ സെല്ല് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ വലിച്ച് കളയാനേ പറ്റുള്ളൂ, വലിച്ചെറിയാനേ പറ്റുള്ളൂ. അത് നിലത്ത് കിടന്നാൽ പൊള്യൂഷൻ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ഒരു പൊള്യൂഷൻ ഉണ്ടാകുന്നില്ല. ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നു. ഇവിടെ പൊള്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനവും ഉണ്ടാകുന്നില്ല. നമുക്ക് വാട്ടർ നമുക്ക് വേണേൽ കുടിക്കാൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ സാധനം പൊള്യൂഷൻ ഫ്രീ ആണ്. ഈ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് പൊള്യൂഷൻ ഉണ്ടാക്കാത്ത ഒരു സെല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, അത് ഹൈലി എഫിഷ്യന്റ് ആണ്. 70% എഫിഷ്യൻസി ഉണ്ട്. അതായത് റിയാക്ട് ചെയ്യുന്ന ആ റിയാക്ഷന്റെ ഓൾമോസ്റ്റ് 70% എനർജിയെ അത് കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സെല്ലാണിത്. നമ്മൾ നേരത്തെ കണ്ടത് സെക്കൻഡറി സെല്ലായാലും പ്രൈമറി സെല്ലായാലും അതിൻ്റെ അകത്തൊക്കെ റിയാക്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ റിയാക്ഷൻസ് ഓൾമോസ്റ്റ് 40% എഫിഷ്യൻസി ഉള്ളൂ. റിയാക്ട് ചെയ്താൽ പോലും കംപ്ലീറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇലക്ട്രിസിറ്റി ആയിട്ട്. 40% എനർജിയെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് 70% എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന എഫിഷ്യൻസി കൂടിയ ഒരു സെല്ലാണ്. പൊള്യൂഷൻ ഇല്ല. അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജ് നമ്മുടെ ഫ്യൂവൽ സെല്ലിനുണ്ട്. അത് കൂടാതെ ഇനി നമുക്ക് ഫ്യൂവൽ സെല്ലിന്റെ കാര്യത്തിൽ പറയാനുള്ള ഒരു കാര്യം കൂടി ഇതാണ്. ഈ ആസ്ട്രോനട്സ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഷിപ്പിൽ പോകുന്ന ആൾക്കാർ, അവര് റോക്കറ്റിലൊക്കെ ആയിരിക്കും അവരെ കയറ്റിവിടുന്നത്. അപ്പൊ അവര് അവസാനം ഒരു ചെറിയ ഷട്ടിൽ കാണും, അതിൻ്റെ അകത്താണ് അവരുള്ളത്. അവർ ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞായിരിക്കാം തിരികെ വരുന്നത്. അപ്പൊ ഈ സമയത്തേക്ക് അവർക്കുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സും വെള്ളവും ഒക്കെ അവർ സ്റ്റോർ ചെയ്ത് ആയിരിക്കാം കൊണ്ടുപോകുന്നത്. പക്ഷെ അവരൊരിക്കലും വെള്ളം കൊണ്ടുപോകാറില്ല. കാരണം അവരുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടി ഫ്യൂവൽ സെല്ലാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂവൽ സെല്ലിന് വേണ്ട ഹൈഡ്രജനും ഓക്സിജനും അവർ കൊണ്ടുപോകും. ഇത് തന്നെ റിയാക്ട് ചെയ്ത് വാട്ടർ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകും. ആ വാട്ടർ അവർ കുടിക്കാനായിട്ട് യൂസ് ചെയ്യും. അപ്പം ആസ്ട്രോനട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഫ്യൂവൽ സെൽസ് ആണ്. അപ്പൊ അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് വേണ്ട എനർജി പ്രൊഡക്ഷൻ ഈ സെല്ല് നടത്തിക്കോളും. രണ്ടാമത്തെ കാര്യം, അവർക്ക് വെള്ളം കൊണ്ടുപോകേണ്ട കാര്യമില്ല. വെള്ളം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇതിൻ്റെ അകത്ത് റിയാക്ഷൻ വഴി വാട്ടർ ഫോം ചെയ്യുന്നുണ്ട്. ആ വാട്ടർ ആയിരിക്കും അവര് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ലാസ്റ്റ് പോയിന്റ് കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷൻ നമ്മുടെ ലോകത്ത് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് പറയാം. ഏത് മെറ്റൽ എടുത്താലും അത് കുറെ കഴിയുമ്പോൾ തുരുമ്പെടുത്ത് പോകും. ഇരുമ്പൊക്കെ തുരുമ്പെടുക്കുന്നത് നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു മെറ്റൽ അത് നശിച്ചു പോകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഡെഫിനിഷൻ എന്താണ്? മെറ്റൽ when converted to its outside, that process is called corrosion. അപ്പൊ ഏതൊരു മെറ്റലിനും കൊറോഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മെറ്റൽ അതിന്റെ കോമ്പൗണ്ട് ആയിട്ട് മാറുക, അങ്ങനെ കോമ്പൗണ്ട് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അപ്പൊ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയും. തുരുമ്പ് റസ്റ്റ് ആണ്. അപ്പൊ ഇരുമ്പ് തുരുമ്പിക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പൊ ഇപ്പൊ നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. റസ്റ്റിംഗ് ഓഫ് അയൺ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ കൺവേർഷൻ ഓഫ് അയൺ ഇൻ പ്രസൻസ് ഓഫ് എയർ ആൻഡ് മോയ്സ്ചർ ടു ഫോം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നിട്ട് പറയാം, ദ കൺവേർഷൻ ഓഫ് അയൺ ഇൻ പ്രസൻസ് ഓഫ് എയർ ആൻഡ് മോയ്സ്ചർ ടു ഫോം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതാണ് റസ്റ്റിംഗ്. അപ്പൊ ഈ റസ്റ്റിങ്ങിന് ഒരു ഇലക്ട്രോ കെമിക്കൽ തിയറി ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോ കെമിസ്ട്രിയിലെ ആ കൺസെപ്റ്റ് വെച്ച് നമുക്ക് റസ്റ്റിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ ഒരു ആനോഡ് കാണണം, ഒരു കാഥോഡ് കാണണം, ഒരു ഇലക്ട്രോലൈറ്റും കാണണം. ഇവിടെ ഈ റസ്റ്റിങ്ങിന്റെ കേസിൽ നമുക്ക് ആ ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും നമുക്കുണ്ട്. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു നമ്മുടെ ഇരുമ്പിന്റെ ഒരു ഫ്രഷ് പാർട്ട് ആണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഇരുമ്പിന്റെ കഷ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് കരുതുക. അതിലെ ഒരു തുരുമ്പിക്കാത്ത ഇരുമ്പിന്റെ പാർട്ട് അയൺ, അതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി കാഥോഡ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് അവിടെ ഒരു ഇലക്ട്രോലൈറ്റ് വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു എയറും മോയ്സ്ചറിന്റെയും പ്രസൻസിലെ ഈ പറയുന്ന റസ്റ്റിംഗ് നടക്കത്തുള്ളൂ. എയറിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോണും കാർബണേറ്റ് അയോണും ഫോം ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുണ്ട്.
അപ്പൊ ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പിലെ ഫ്രഷ് പാർട്ടാണ്, തുരുമ്പിക്കാത്ത പാർട്ടാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. കാഥോഡ് ഞാൻ പറഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കുന്നു. ഇലക്ട്രോലൈറ്റ് അറ്റാക്ക് ചെയ്യുന്നത് കാർബോണിക് ആസിഡ് ആണ്. അതുണ്ടായത് നമ്മുടെ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്താണ് കാർബോണിക് ആസിഡ് ഫോം ചെയ്യുന്നത്. അത് ഒരു ആസിഡ് ആയതുകൊണ്ട് അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ അയോണിനെയും കാർബണേറ്റ് അയോണിനെയും തരും. നമ്മൾ കാഥോഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ കാഥോഡിൽ റിയാക്ഷൻസിലേക്ക് പറയാണ്. ഇതിപ്പോ ഒരു ഇരുമ്പിന്റെ പീസ് ആണെന്ന് കരുതുക. ഈ പാർട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പാർട്ടാണ്, ഇരുമ്പാണ്, തുരുപ്പിച്ചിട്ടില്ല. അപ്പൊ ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആനോഡിലെ റിയാക്ഷൻ ഇപ്പോഴും ഓക്സിഡേഷനാണ്. അപ്പൊ ഈ ആനോഡിൽ ഓക്സിഡൈസ് ചെയ്ത് ഫെറസ് അയോണും ഇലക്ട്രോണും ഫോം ചെയ്യും. ഈ ഫ്രഷ് പാർട്ടായിട്ടുള്ള ആനോഡിൽ ഫോം ചെയ്ത ഇലക്ട്രോൺ ഈ ഇലക്ട്രോലൈറ്റിന്റെ അകത്തൂടെ മൂവ് ചെയ്യും. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പൊ ഇതിന്റെ അകത്തൂടെ, അത് കണ്ടക്ടറാണ്, ഇലക്ട്രോലൈറ്റ് കണ്ടക്ടറാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോലൈറ്റിന്റെ അകത്തോട്ട് മൂവ് ചെയ്ത് അത് വേറൊരു സ്പോട്ടിലെത്തും. ആ സ്പോട്ടിലെത്തുമ്പോഴേക്കും അത് ഓക്സിജനെ റെഡ്യൂസ് ചെയ്ത് വാട്ടർ ആക്കി മാറ്റും. അപ്പൊ ഓക്സിജൻ അവൈലബിൾ ആയിട്ടുള്ള നിയറസ്റ്റ് സ്പോട്ടിൽ എത്തുമ്പോൾ ഈ ഹൈഡ്രജൻ അയോണിനെയും ആ ഓക്സിജനെയും എടുത്ത് റെഡ്യൂസ് ചെയ്ത് അത് വാട്ടർ ആക്കി മാറ്റും. അതാണ് ഞാൻ നേരത്തെ കാഥോഡിനെ കുറിച്ച് പറയാതിരുന്നത്. കാഥോഡ് എന്ന് പറയുന്നത് ഓക്സിജന്റെ അവൈലബിലിറ്റി ഉള്ള ഒരു പോയിന്റ് ആയിരിക്കും. ആനോഡ് നമ്മളുടെ ഇരുമ്പിന്റെ തുരുമ്പിക്കാത്ത അയൺ ഉള്ള പാർട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. അത് ഓക്സിഡൈസ് ചെയ്ത് ഫെറസ് അയോണും ഇലക്ട്രോണും ഉണ്ടായി. ആ ഇലക്ട്രോൺ ഇലക്ട്രോലൈറ്റിന്റെ അകത്തോട്ട് മൂവ് ചെയ്യുന്നു. ഓക്സിജനെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഹൈഡ്രജൻ അയോണിന്റെ പ്രസൻസിൽ, ഹൈഡ്രജൻ അയോൺ ഇങ്ങനെയാണ് ഉണ്ടായത്, ഹൈഡ്രജൻ അയോണിന്റെ പ്രസൻസിൽ ഓക്സിജനെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് റിഡക്ഷൻ നടന്ന് വാട്ടർ ഫോം ചെയ്യും. അപ്പൊ ഇനി നമുക്ക് നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടണമെങ്കിൽ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ആഡ് ചെയ്താൽ മതി. ഇതാണ് നെറ്റ് സെൽ റിയാക്ഷൻ. ഫ്രഷ് പീസ് ഓഫ് അയൺ മോയിസ്ചറിന്റെയും എയറിന്റെയും പ്രസൻസിൽ ഫെറസ് അയോൺ ആയിട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞ റസ്റ്റിംഗ് എന്ന് പറയുന്നത് അയൺ എയറിന്റെയും മോയിസ്ചറിന്റെയും പ്രസൻസിൽ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിലേക്ക് നമ്മൾ വന്നില്ല. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ തിയറി ഇവിടം വരെ ഉള്ളൂ. ഇലക്ട്രോ കെമിക്കൽ തിയറി എന്ന് പറഞ്ഞാൽ ഒരു കാഥോഡും ഒരു ആനോഡും ഇലക്ട്രോലൈറ്റും വേണം. ആ സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന്റെ പ്രോഡക്റ്റ് Fe2+ ആണ്. ഈ Fe2+ വീണ്ടും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജന്റെ പ്രസൻസിൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് Fe2O3H2O എന്ന് പറയുന്ന റസ്റ്റ്, തുരുമ്പ് ഫോം ചെയ്യും. അതൊരു സെക്കൻഡ് റിയാക്ഷൻ ആണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ റസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഒന്നുകൂടി ഓർക്കുക, റസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ, ആദ്യമേ നമുക്ക് കൊറോഷൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരണം. കൊറോഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് എ മെറ്റൽ ഇൻടു ഇറ്റ്സ് കോമ്പൗണ്ട്. An example is rusting of iron. And rusting of iron is defined as the conversion of iron in presence of air and moisture to hydrated ferric oxide. And that theory can be explained by electrochemical theory. അവിടെ നമുക്കൊരു ആനോഡ് വേണം. ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് പീസ് ഓഫ് അയൺ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. കാഥോഡ് പറയുന്നില്ല. ഇലക്ട്രോലൈറ്റ് ഉണ്ടാകുന്നത് എയറും മോയിസ്ചറും. മോയിസ്ചർ എയറിൻ്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. അത് ഇലക്ട്രോലൈറ്റ് ആണ്. അത് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോണും കാർബണേറ്റ് അയോണും ഫോം ചെയ്യും. ഇനി നമ്മൾ കാഥോഡും അതിന്റെ റിയാക്ഷൻസിലേക്കും പോരുകയാണ്. അപ്പൊ കാഥോഡ് എന്ന് പറഞ്ഞാൽ അയൺ ഓക്സിഡേഷൻ നടന്ന അയണിൽ ഉണ്ടായ ഇലക്ട്രോൺ ഈ ഇലക്ട്രോലൈറ്റിന്റെ അകത്തൂടെ മൂവ് ചെയ്ത് ഓക്സിജനെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് ഇലക്ട്രോലൈറ്റിന്റെ അകത്തു നിന്നുള്ള ഹൈഡ്രജൻ അയോണിനെ റെഡ്യൂസ് ചെയ്ത് അത് വാട്ടറായിട്ട് മാറും. നെറ്റ് സെൽ റിയാക്ഷൻ കിട്ടാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് ഫെറസ് അയോൺ ഫോം ചെയ്യുന്ന, അതായത് റസ്റ്റ് ഫോം ചെയ്തില്ല, ഫെറസ് അയോൺ ഫോം ചെയ്യുന്ന നെറ്റ് സെൽ റിയാക്ഷൻ. അങ്ങനെ ഫോം ചെയ്ത ഫെറസ് അയോൺ വീണ്ടും ഓക്സിജനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്ന റസ്റ്റ് ഫോം ചെയ്യും. ഇവിടെ എക്സ് എന്നാണ് വാട്ടറിന്റെ നമ്പർ കൊടുത്തേക്കുന്നത്. അതായത് വാട്ടറിന്റെ നമ്പർ ഫിക്സ്ഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത് 10 ആകാം, 20 ആകാം, വേണം 30 ആകാം. അതുകൊണ്ട് നമുക്ക് വാട്ടറിന്റെ നമ്പർ ഫിക്സ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നു. ഇനി ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഏറ്റവും നമുക്ക് ഒത്തിരി മെറ്റലിന്റെ ലോസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരു കിലോ ഇരുമ്പ് വാങ്ങിയിട്ട് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ആ സാധനം കാണാൻ പറ്റുകയില്ല.
അത് മൊത്തം റസ്റ്റ് ചെയ്ത് പോയി കളയും. അപ്പം ഒത്തിരി നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പല പാർട്ടും നമ്മൾ ഈ പറയുന്ന ഇരുമ്പിന്റെ ഉണ്ടാകും. ജനലൊക്കെ നമ്മൾ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ റസ്റ്റിങ്ങിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെ എളുപ്പമാണ്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നത് എന്താണ്? റസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ പെയിന്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും നല്ല മാർഗം തന്നെ പെയിന്റ് അടിക്കുക. കാരണം പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ ഇതാണ് ഒരു ഇരുമ്പിന്റെ പീസ് എന്ന് കരുതുക. ഇതിനു വേണ്ടി നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇരുമ്പിന് എയറും മോയ്സ്ചറുമായിട്ടുള്ള കോൺടാക്ട് ഇല്ലാതായി. അതിൻ്റെ ഇടയ്ക്ക് മോയ്സ്ചർ കൂടെ ഉണ്ട്, പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഈ പെയിന്റ് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ അകത്തുള്ള ഇരുമ്പ് ഇതിന്റെ വെളിയിലുള്ള മോയ്സ്ചറുമായിട്ട് കോൺടാക്ട് ചെയ്യാത്തത് കൊണ്ട് ഒരിക്കലും ഈ റസ്റ്റിംഗ് എന്ന് പറയുന്ന അതിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഫോം ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരിക്കലും റസ്റ്റ് ചെയ്യില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ കൊണ്ട് നമുക്ക് കോട്ട് ചെയ്യാം. ഇതൊരു ഇരുമ്പാണെന്ന് കരുതുക. ഇത് നമുക്ക് ഈ ബിസ്ഫിനോളിൻ്റെ അകത്ത് മുക്കിയം എടുക്കുക. അപ്പം ഇതിന്റെ മൊത്തം സൈഡിലെ ഒരു കോട്ടിങ്, ഈ ബിസ്ഫിനോളിന്റെ ഒരു കോട്ടിങ് ഉണ്ടാവും. ആ കോട്ടിങ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഇരുമ്പുമായിട്ട് എയർ അല്ലെങ്കിൽ മോയ്സ്ചറിന് കോണ്ടാക്ട് ഉണ്ടാകാത്തത് കൊണ്ട് ഇപ്പോഴും റസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം നടക്കത്തില്ല. അപ്പൊ പെയിന്റിങ് അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന നമ്മുടെ കെമിക്കലാണ് ബിസ്ഫിനോൾ. അടുത്ത സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. ആ പേരിൽ നിന്ന് തന്നെയുണ്ട്, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വയം ഇല്ലാതായി തീരുക. അപ്പൊ നമുക്ക് ഒരു ഇരുമ്പിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ, തുരുമ്പിക്കലിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇതാണ് ഇരുമ്പിന്റെ കഷ്ണം എന്ന് കരുതുക. നിങ്ങൾ ഗാൽവനൈസ്ഡ് അയൺ എന്ന് കേട്ട് കാണും. ഗാൽവനൈസ്ഡ് അയൺ, GI പൈപ്പ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇരുമ്പിന്റെ പൈപ്പ് വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ പറയുന്ന ഒരു പേരാണ് GI പൈപ്പ് ഉണ്ട് എന്ന് പറയും. അത് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സാണ് ഗാൽവനൈസേഷൻ. അതായത് ഈ ഇരുമ്പിന്റെ നമ്മൾ ഇരുമ്പിനെക്കാട്ടിലും അയണാണ് ഇരുമ്പ്, അയണിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ടിൻ അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ വെച്ചൊരു കോട്ടിങ് കൊടുക്കും. അപ്പൊ ഇത് മൊത്തം സിങ്ക് വെച്ചങ്ങ് പെയിന്റ് ചെയ്യുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവിടുത്തെ പലപ്പോഴും ഈ ബ്രിഡ്ജും അല്ലെങ്കിൽ അവിടുത്തെ പല കമ്പികളും ഒക്കെ ഒരു സിങ്ക് കൊണ്ട് അല്ലെങ്കിൽ അലൂമിനിയം കൊണ്ട് കോട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ പൈപ്പിലെ സിങ്ക് അല്ലെങ്കിൽ അയണിനെക്കാട്ടിലും റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക്, അലൂമിനിയം, ടിന്ന് പോലെയുള്ള മെറ്റൽ വെച്ച് കോട്ട് ചെയ്യുമ്പം നേരത്തെ പെയിന്റിങ് തന്നെയാണ് സംഭവം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ആ സിങ്ക് അയണിനെക്കാട്ടിലും കൂടുതൽ റിയാക്റ്റീവാണ്. അതുകൊണ്ട് സിങ്ക് റിയാക്ട് ചെയ്തു പോകും, അകത്തുള്ള അയൺ റിയാക്ട് ചെയ്യാതിരിക്കും. ഈ സിങ്ക് റിയാക്ട് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അയണിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് എപ്പോഴും ഒന്ന് പെയിന്റ് ചെയ്തു, സിങ്ക് കൊണ്ട് പെയിന്റ് ചെയ്തു, നമുക്കറിയാം ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ സിങ്ക് റിയാക്ട് ചെയ്യും, തീരും. അപ്പം ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും സിങ്കിന്റെ ഒരു പെയിന്റിങ് കൂടെ നടത്തിയാൽ മതി. ഇതാണ് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അപ്പൊ സിങ്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, സിങ്ക് അതിനെ തന്നെ സാക്രിഫൈ ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള അയണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് അതിന് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നുള്ള പേര് പറയുന്നത്. അടുത്ത് ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്. ഇപ്പോൾ ഒരു വലിയ ഒരു കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ്, ഇരുമ്പ് പൈപ്പ്, വെള്ളമൊക്കെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെയുള്ള ഇരുമ്പ് പൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. കിലോമീറ്ററോളം നീളമുണ്ടോ, ഭയങ്കര വലിപ്പമുള്ള പൈപ്പാണ്. അതൊക്കെ പെയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് വർഷാവർഷം പെയിന്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അത് ഭൂമിക്കകത്ത് കുഴിച്ചിട്ടേക്കുക. അപ്പം അതിനകത്ത് പെയിന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ആ കുഴിച്ചതെല്ലാം നമ്മൾ മാന്തിയെടുത്ത് പെയിന്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിൻ്റെ ഏറ്റവും താഴെ ഭാഗമൊക്കെ പെയിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള വലിയ പൈപ്പിൻ്റെ ഒക്കെ കേസിൽ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന ആ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ഇതാണ് ആ പൈപ്പ് എന്ന് കരുതുക. വലിയ അയൺ പൈപ്പ്, കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ്. ഇതേകൊണ്ട് നമ്മൾ ഒരു വയർ വഴി ഈ പറയുന്ന മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് മെറ്റൽ കണക്ട് ചെയ്ത് വെച്ചേക്കും. ഇത് മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് മെറ്റലാണ്. ഈ മെറ്റൽ പ്രത്യേകത ഇത് അയണിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്. ആ അയൺ വഴി നമ്മൾ ഒരു വയർ വഴിയാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഇലക്ട്രിക്കൽ വയർ വഴി കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിൽ കണക്റ്റഡാണ്. അതുകൊണ്ട് ഇത് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഈ അയണിന് ഒരിക്കലും കൊറോഷൻ സംഭവിക്കില്ല. കാരണം അതിനോട് കണക്റ്റഡ് ആയിട്ട് അതിനെക്കാട്ടിലും റിയാക്റ്റീവ് ആയിട്ടുള്ള മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് ഉണ്ട്. അപ്പൊ ഇത് പതിയെ കൊറോഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു വർഷം ചിലപ്പോൾ എടുക്കുമായിരിക്കും ഇത് കൊറോഡ് ചെയ്ത് തീരാൻ. അടുത്ത ആ ഒരു വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മൾ അടുത്ത മഗ്നീഷ്യത്തിന്റെ ഒരു വലിയ ബ്ലോക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ സിങ്കിന്റെ ഒരു വലിയ ബ്ലോക്ക് കൊണ്ടുവന്ന് ആ സ്ഥലത്ത് വീണ്ടും നിക്ഷേപിക്കുക. അപ്പൊ ഈ മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് ഇടാനുള്ള ഭാഗം മാത്രം കുഴിച്ച് വർഷാവർഷങ്ങളിൽ സിങ്ക് അല്ലെങ്കിൽ മഗ്നീഷ്യം കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി. മറ്റു തമ്മിൽ വയർ വഴി കണക്റ്റഡ് ആണ്. അപ്പോൾ എത്ര നാൾ ഈ കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സിങ്ക് അല്ലെങ്കിൽ മഗ്നീഷ്യം എത്ര നാൾ ഇലക്ട്രിക്കലി നമ്മൾ കണക്റ്റഡ് ആയിട്ട് വെച്ചേക്കുന്നോ അത്രയും നാൾ നമ്മൾ ഈ വലിയ അയൺ പൈപ്പ് കൊറോഷൻ സംഭവിക്കാതെ സേഫ് ആയിട്ട് ഇരുന്നോളും.
എന്നാൽ ഇത് റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിലോ ഇത് തീർന്നു കഴിയുമ്പോഴേക്കും അടുത്ത് കയറി ഈ പൈപ്പിലോട്ട് കയറി അറ്റാക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് സാധാരണ പൈപ്പ് പൊട്ടി എന്നുള്ള വലിയ പൈപ്പൊക്കെ പൊട്ടുന്ന ഒരു കാര്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അത് ഈ റീപ്ലേസ്മെന്റ് നടത്താതിരിക്കുമ്പോഴാണ് അയൺ കയറി കൊറോഡ് ചെയ്ത് അത് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, കൊറോഷന്റെ ഡെഫിനിഷൻ, അതിന്റെ പ്രിവെൻഷൻ, പെയിന്റിങ്, കെമിക്കൽ ട്രീറ്റ്മെന്റ്, സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. അതിന് നമ്മൾ സിങ്ക് അല്ലെങ്കിൽ ടിന്നാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്, അവിടെ നമ്മൾ മഗ്നീഷ്യം അല്ലെങ്കിൽ സിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.